ആദ്യമായിട്ടാണ് ഒരു സിനിമ കണ്ട് അപാരമായ സംതൃപ്തിയോടെ ഒരു സിനിമ കണ്ടു എന്ന് പറയുന്ന അപാരമായ ഒരു ചാരിതാർത്ഥ്യത്തോടെ ഇങ്ങനെ കുത്തിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വയ്ക്കുന്നത് ഇക്കോ എന്ന് പറയുന്ന ആ ഒരു മൂവിയെ കുറിച്ചിട്ടാണ്. ഇതല്ലാതെ കുറച്ച് സിനിമകളൊക്കെ ഇപ്പോൾ നമ്മുടെ തിയേറ്ററിൽ ഓടിക്കളിച്ച് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ എൻ്റെ ഈ വീഡിയോ കാണുന്ന ആളുകളോടെല്ലാം ഞാൻ ആദ്യമേ പറയട്ടെ, ഒരു മടിയും കാണിക്കേണ്ട, ഒരു സംശയവും വേണ്ട. മമ്മൂട്ടി പറയുന്ന പോലെ ആ ടിക്കറ്റ് ഒന്ന് എടുത്തു നോക്ക് എന്ന് പറയുന്ന വർത്തമാനം പോലും ഞാൻ പറയില്ല. എ മസ്റ്റ് വാച്ച് മൂവി ഇക്കോ. സുഹൃത്തുക്കളെ, കഴിഞ്ഞ തവണ ഒരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു സിനിമയായിരുന്നു കിഷ്കിന്ധ കാണ്ഡം എന്ന് പറഞ്ഞ സിനിമ. ആ സിനിമ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ച ആ ഒരു സംവിധായകനെ നമുക്കറിയാം, ദിൻജിത്ത് അയ്യത്താൻ എന്ന് പറയുന്ന ഒരു മനുഷ്യൻ. ദിൻജിത്ത് അയ്യത്താന്റെ രണ്ടാമത്തെ സിനിമയാണ് ഇതാ ഈ ഒരു ഗംഭീര സിനിമയായിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത്, ഇക്കോ എന്ന് പറഞ്ഞ സിനിമ. ഇതിന്റെ കഥ എഴുതിയിരിക്കുന്നത് ബാഹുൽ രമേഷ് എന്ന് പറയുന്ന മനുഷ്യനാണ്. എന്റെ പൊന്നു സുഹൃത്തെ, നിങ്ങളുടെ മുമ്പിൽ ഞാൻ ആദ്യം നമിച്ചിരിക്കുന്നു. അതിഗംഭീരമായിട്ടുള്ള കഥ, അതിഗംഭീരമായിട്ടുള്ള സ്ക്രീൻ പ്ലേ ആണ്. ഇതേ എഴുത്തുകാരൻ തന്നെയാണ്, ബാഹുൽ രമേശ് തന്നെയാണ് ഇതിന്റെ സിനിമാറ്റോഗ്രഫി കൈകാര്യം ചെയ്തിട്ടുള്ളത്. ഒരു സംശയമില്ല, അത് അദ്ദേഹം തന്നെയാണ് കൈകാര്യം ചെയ്യേണ്ടത്. കാരണം അമ്മാതിരി പരിപാടിയാണ് ആ ചെങ്ങാതി ഇതില് കൈകാര്യം ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇത് നമ്മുടെ മുമ്പിലേക്ക് പറയുന്ന സമയത്ത് കുറച്ച് ആൾക്കാരെ പറ്റി നമുക്ക് പറഞ്ഞേ ഒക്കൂ എന്നുള്ളതാണ്. അത് ഇതില് അഭിനയിച്ച കുറച്ച് ആൾക്കാരാണ്. ഒന്ന് സന്ദീപ് പ്രദീപാണ്, വിനീത് എന്ന് പറയുന്ന ആ ഒരു നടനാണ്, നരേനുണ്ട്, ബിനു പപ്പുണ്ട്. ഒപ്പം ഇത് സിനിമയുടെ ആദ്യം മുതൽ അവസാനം വരെ ഒരു ഉറച്ച കല്ലുപോലെ, മനസ്സും ശരീരവും ഒരു ഉറച്ച കല്ലുപോലെ അങ്ങനെ നിൽക്കുന്ന ഒരു നായിക കഥാപാത്രമാണ് ബിയാന മോമിൻ എന്ന് പറയുന്ന ഒരു കഥാപാത്രം. അവരെ ബേസ് ചെയ്തുകൊണ്ടാണ്, അല്ലെങ്കിൽ അവരുടെ ഭർത്താവിനെ ആയിട്ടുള്ള ആ ഒരു മനുഷ്യനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. ഒരു ചെങ്ങാതിയാണ് ഈ ഒരു കഥ നടക്കുന്നത്. ഒരുപക്ഷെ ഇതിന്റെ കഥയിലേക്കോ അല്ലെങ്കിൽ ഒരു തരത്തിലും നിങ്ങൾക്കിത് എവിടെയും പൊള്ളാതെയുള്ള ഒരു വർത്തമാനം മാത്രമാണ് ഇനി ഞാൻ അങ്ങോട്ട് പറയാൻ പോകുന്നത്. ഒരു വലിയ മലയിടുക്കിലാണ്, അല്ലെങ്കിൽ ഒരു മല മുകളിലാണ് കഥ നടക്കുന്നത്. നമ്മുടെ കർണാടക, തമിഴ്നാട്, കേരള ബോർഡറിലൊക്കെ പറയാം. അവിടെ ഏതോ ഒരു മലയുടെ മുകളിൽ ഒരു വീടുണ്ട്. ആ വീട്ടില് രണ്ടുപേർ താമസിക്കുന്നുണ്ട്. ഒരു വയസ്സായിട്ടുള്ള ഒരു സ്ത്രീയാണ്, എന്നാൽ ഉറച്ച ശരീരവും ഉറച്ച മനസ്സുമുള്ള ഒരു സ്ത്രീയാണെന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അവര് ഈ നാട്ടുകാരെയല്ല, എന്നാൽ ഈ നാട്ടിലേക്ക് ആരോ കൊണ്ടുവന്നതാണ്. ആരാണ് കൊണ്ടുവന്നത്? ആ ഒരു മനുഷ്യനെ അന്വേഷിച്ചിട്ട് പല ആളുകളും ആ നാട്ടിലേക്ക് എത്തുന്നുണ്ട്. പക്ഷേ ആ നാട്ടിലേക്ക് എത്തുന്ന ആളുകളൊന്നും പിന്നീട് തിരിച്ചു പോകുന്നില്ല. പിന്നെ അവർക്ക് എന്ത് സംഭവിക്കുന്നതെല്ലാം ഈ കഥ കണ്ടു തന്നെ, ഈ സിനിമ കണ്ടു തന്നെ നിങ്ങൾ മനസ്സിലാക്കണം. എന്തൊക്കെയായാലും ഇതിൽ അഭിനയിച്ചു വെച്ച നരേനെ ഒപ്പം തന്നെ നിങ്ങൾ മുന്നോട്ട് പോകുന്ന ഒന്നായിരിക്കും. ഒന്നുകൂടി പറയട്ടെ, ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ അതൊന്നുകൂടി കാണാനുള്ള ഒരു മോഹത്തിലേക്ക് നിങ്ങൾ എത്തും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഒപ്പം തന്നെ ഇതിൽ നിങ്ങൾ എടുത്തു പറയേണ്ട ഒരു സംഗതി എന്ന് പറയുന്നത് ഈ കഥയുടെ നടക്കുന്ന ഒരു പശ്ചാത്തലമാണ്. ഒപ്പം ഈ കഥ നടക്കുന്ന സ്ഥലമാണ്. ആദ്യത്തെ ഒരു സീനിൽ തന്നെ ആ ഒരു കഥ നടക്കുന്ന സ്ഥലവുമായിട്ട് നമ്മൾ അങ്ങോട്ട് ഇഴുകിച്ചേർന്നിരിക്കും. അത് ഈ സിനിമയുടെ ഒരു പ്രത്യേക മാജിക്കാണ്. ഈവൻ ഇതിൽ ഓരോ കഥാപാത്രങ്ങളും അഭിനയിച്ചത് എനിക്ക് ഏറ്റവും ഇഷ്ടമായി എന്ന് പറയാൻ കഴിയുന്ന ഒരാള് അത് വിനീതാണ്. വിനീത് ഒരു നിമിഷത്തിൽ ഈ ഒരു കഥാപാത്രമായിട്ട് അതിൽ ജീവിക്കുകയായിരുന്നു എന്ന് തോന്നിപ്പോകും. ഇതുവരെ കാണാത്ത ഒരു വിനീതിന്റെ പെർഫോമൻസ്, ഇതുവരെ കാണാത്ത ബിനു പപ്പുവിന്റെ പെർഫോമൻസ്, ഒരു തരത്തിൽ നമുക്ക് ഇനി എങ്ങും കാണാൻ സാധ്യമില്ലാത്ത സന്ദീപ് പ്രദീപ് എന്ന് പറയുന്ന ആ ഒരു ചെറുപ്പക്കാരന്റെ പെർഫോമൻസ്, ബിനു പപ്പു ഇതുവരെ ഇല്ലാത്ത ഒരു വേഷമാണ് ബിനു പപ്പു. ഇതിന്റെ ഒരു ഷെയ്ഡ് നമുക്ക് വേറൊരു സിനിമയിൽ നമുക്ക് ഒരു തരത്തിലും കാണാൻ സാധിക്കില്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് എന്ന് പറയേണ്ടത് ഒന്ന് സന്ദീപ് പ്രദീപ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനാണ്, ഒപ്പം വിനീത് എന്ന് പറയുന്ന അദ്ദേഹത്തെയും. കാരണം വിനീത് ഒരു നിമിഷത്തില് ഒരു കഥാപാത്രവുമായി സംസാരിച്ച് ഇറങ്ങിപ്പോകുന്ന സമയത്ത് ആ മുറ്റത്ത് നിന്നിട്ട്, ആ തണുപ്പേറിയ ആ ഒരു മുറ്റത്ത് നിന്ന് ഒരു പെർഫോമൻസ് ഉണ്ട്. ഇയാൾ എന്താണ് ചെയ്തു വെച്ചതെന്ന് നമുക്ക് അന്തം വിട്ട് നോക്കി നിൽക്കുന്ന ഒരു സമയത്തിലേക്ക് നമ്മൾ എത്തിപ്പോകും. അതിഗംഭീരമായിട്ടാണ് ആ ഒരു നിമിഷത്തിലൊക്കെ ഇയാള് അഭിനയിച്ചിട്ടുള്ളത്. ഇതില് ഏറ്റവും ഞാൻ പറയുന്നു, ഒരു നിമിഷം പോലും ഈ സിനിമ കാണുന്ന സമയത്ത് മൊബൈൽ ഫോണിലേക്കോ മറ്റുള്ളവർ സംസാരിക്കുന്നെങ്കിൽ അവരുടെ സംസാരത്തിലേക്കോ തൊട്ടടുത്തിരിക്കുന്നെങ്കിൽ അവരുടെ മുഖത്തേക്ക് നോക്കാൻ പോലും നിങ്ങൾ പാടില്ല. കാരണം ഈ ഒരു മണിക്കൂറുകൾ ആ സിനിമയിൽ നിന്ന് കണ്ണെടുത്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ ആ ഒരൊറ്റ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ് കൊണ്ട് നിങ്ങൾക്കൊരു വലിയ കഥ അങ്ങോട്ട് മിസ്സായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അത്രയ്ക്കേറെ ആ സിനിമയിലേക്ക് ആഴ്ന്നിരുന്നുകൊണ്ട് സിനിമ കഴിഞ്ഞാലും ആ സീറ്റിൽ അങ്ങനെ ഇരുന്ന് എന്താണ് സംഭവിച്ചതെന്ന് അതിലൊരു കഥാപാത്രം അത്ഭുതപ്പെടുന്നുണ്ട്.
ഞാൻ ഏതാണ് കഥാപാത്രം എന്ന് പറയുന്നില്ല. ആ ഒരു കഥയിലെ ഒരു കഥാപാത്രം ക്ലൈമാക്സിനോടനുബന്ധിച്ചിട്ട് എന്താണ് സംഭവിച്ചതെന്ന് ഒന്ന് ആലോചിച്ച് ഉറപ്പിക്കുന്നുണ്ട്. ആ ഉറപ്പിക്കുന്ന ആ ഒരു അവസാന നിമിഷത്തിൽ നമ്മൾ ഇരുന്ന ഇരിപ്പിൽ അന്താളിച്ചു പോകും. ദൈവമേ, ഇതായിരുന്നു അവിടെ സംഭവിച്ചേ, അല്ലെങ്കിൽ ഇതാണ് അവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് അന്തം വിട്ടു പോകുന്ന ഒരവസ്ഥയിലേക്ക് നമ്മൾ എത്തിക്കുക എന്നുള്ളതാണ്. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു സംതൃപ്തിയാണ് ഈ ഒരു സിനിമ കണ്ടു തീർക്കുന്ന സമയത്ത്. നരേനൊക്കെ നമുക്കറിയാം, അദ്ദേഹത്തിന്റെ അഭിനയ ശേഷിയെക്കുറിച്ചൊക്കെ സംശയമുള്ള ആളുകൾക്ക് ഈ സിനിമ ഒന്ന് കാണാൻ ശ്രമിക്കുന്നത് നല്ലതാണ്. ഒപ്പം തന്നെ നമ്മുടെ മലയാള സിനിമയിലേക്ക് ഒരു മുതൽക്കൂട്ട് എന്ന നിലയ്ക്ക് സന്ദീപ് പ്രദീപ് എന്ന് പറയുന്ന ആ ഒരു നായക നടനെ കൂടി വരുന്നുണ്ട്. ഒപ്പം ദിൽജിത്ത് അയ്യൻഖാൻ എന്ന് പറയുന്ന ആ ഒരു മനുഷ്യനുള്ള പ്രതീക്ഷ. ഞാൻ പറയുന്നത് ഒന്നുകൂടി പറയട്ടെ, അടുത്ത തവണത്തെ അവാർഡ് ആർക്ക് എന്നും മറ്റൊക്കെ വലിയ വലിയ ചർച്ചകളൊക്കെ നടക്കുന്ന പല ആളുകളുണ്ട്. മമ്മൂട്ടിക്കാണ്, മോഹൻലാലാണ്. അമ്മാതിരി വഷളം ചർച്ചകളൊക്കെ ഒന്നങ്ങോട്ട് മാറ്റി വെച്ചിട്ട് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ ഈ സിനിമ കാണുക. ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് തോന്നും, എൻ്റെ പ്രിയപ്പെട്ട മമ്മൂക്ക ഒന്ന് ദിൽജിത്ത് അയ്യൻഖാനെ പോയി കാണാം, അല്ലെങ്കിൽ എൻ്റെ പ്രിയപ്പെട്ട മോഹൻലാലെ നിങ്ങൾ ഒന്ന് പോയിട്ട് ദിൽജിത്ത് അയ്യൻഖാനെ പോയി കാണൂ. നിങ്ങൾക്ക് വേണ്ടി ഒരു കഥ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാനായിട്ട് എന്തെങ്കിലും ഒരു വേഷം ആ ഒരു മനുഷ്യൻ്റെ കയ്യിലുണ്ടെങ്കിൽ അതൊരു മാജിക് ആയിരിക്കും. അത്രയ്ക്കൊരു മാജിക്കാണ് ഇതിൽ ചെയ്തു വെച്ചത്. നമുക്കറിയാം, എനിക്ക് തോന്നിയിട്ടുള്ളത് ഈ ചങ്ങാതി കാടിനെയും കാടിനുള്ളിലുള്ള ഒരു കരിഞ്ഞ പച്ചപ്പിനെയും ആ ഒരു കരിഞ്ഞ പച്ചപ്പിൻ്റെ ഉള്ളിൽ അങ്ങനെ ഒളിച്ചിരിക്കുന്ന ഒരുപാട് കഥകളും ഇദ്ദേഹത്തിന് മനസ്സിലുണ്ട് എന്നുള്ളതാണ്. നമുക്ക് കിഷ്കിന്ദ കാണ്ഡം എന്നുള്ള സിനിമയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഡാർക്ക് ഗ്രീനിലാണ് ആ സിനിമയെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. കാട് ഭയങ്കരകരമായിട്ടുള്ളൊരു പശ്ചാത്തലമാണ്. അതിൻ്റെ ഉള്ളിൽ എവിടെയും നമുക്ക് എന്ത് ഒളിപ്പിച്ചു വെക്കാൻ സാധിക്കും. അങ്ങനെ ഒരു കാട് തന്നെയാണ് ഈ ഒരു സിനിമയ്ക്ക് ഇദ്ദേഹം പശ്ചാത്തലമാക്കി എടുത്തിട്ടുള്ളത്. അതിൻ്റെ സൗന്ദര്യം എന്നതിനേക്കാൾ അപ്പുറം കാടിൻ്റെ ഒരു വന്യതയുണ്ടല്ലോ, നമ്മളെ ഭയപ്പെടുത്തുന്ന ഒരു വന്യത. ആ ഒരു വന്യതയിലേക്കാണ് ഈ സിനിമ നമ്മൾ കൊണ്ടുപോകുക. ഇതിനെ ഏതെങ്കിലും നായകനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കഥാപാത്രത്തെ ഏതെങ്കിലും ഒരു അഭിനേതാവിനെ എടുത്തുകൊണ്ട് ഈ സിനിമ നമുക്ക് പറഞ്ഞ് അവസാനിപ്പിക്കാൻ സാധിക്കില്ല. അതിനേക്കാൾ അപ്പുറത്ത് നമുക്കിതിന് തിരക്കഥ എടുത്ത് പറയാൻ നമുക്ക് തോന്നിപ്പോകും, ഇതിൻ്റെ കഥ എടുത്ത് പറയാൻ തോന്നിപ്പോകും, ഇതിൻ്റെ മ്യൂസിക് എടുത്ത് പറയാൻ തോന്നിപ്പോകും. ആകെ മൊത്തം ഇതിൻ്റെ സംവിധാനത്തെക്കുറിച്ച് നമുക്ക് ഇരുന്ന് വർത്തമാനം പറയാൻ തോന്നും. എന്തായാലും ഇതിലൊരു നിമിഷത്തിൽ ബൈനോക്കുലറൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. രണ്ട് പേരാണ് ഈ ഒരു സിനിമയിൽ ബൈനോക്കുലർ ഉപയോഗിക്കുന്നുണ്ട്. അതുപോലും എത്ര വ്യത്യസ്തമായ കോണ്ടക്സ്റ്റിലാണ്, എത്ര സുന്ദരമായിട്ടാണ് ബൈനോക്കുലറൊക്കെ ഉപയോഗിച്ചിരുന്നത്. എൻ്റെ സുഹൃത്തുക്കളെ, മനുഷ്യന്മാരൊക്കെ അഭിനയിപ്പിക്കുന്നൊക്കെ നമുക്കൊക്കെ ശരി, അഭിനയിപ്പിച്ച് നമുക്ക് അവരൊക്കെ ട്രെയിൻ ചെയ്യിച്ച് അഭിനയിപ്പിക്കാം. എങ്ങനെയാണ് ഈ പട്ടികൾ അഭിനയിപ്പിക്കുന്നത്? ഡോഗ്സിനെ എങ്ങനെയാണ് അഭിനയിപ്പിക്കുന്നത്? ഡോഗുകൾ, നായക്കൾ ഈ സിനിമയിൽ ഒരു പ്രധാന കഥാപാത്രങ്ങളാണ്. നായ്ക്കളുടെ പെരുമാറ്റ രീതികൾ, അവരുടെ ബിഹേവിയറുകൾ, അവരുടെ ചില ക്ലോസ് ഷോട്ടുകൾ, അവരൊക്കെ ചെന്ന് നിൽക്കുന്ന ചില ഇടങ്ങൾ, എങ്ങനെയാണ് അവരെ കൊണ്ട് അതൊക്കെ ചെയ്യിച്ചതെന്നുള്ളത് ഒരു മഹാ അത്ഭുതമാണ്. ഇതൊരു ചില്ലറ പണിയൊന്നുമില്ല. ഒപ്പം തന്നെ ഈ മനുഷ്യരുടെ സ്വഭാവത്തിലുണ്ടാകുന്ന ചില വ്യത്യാസങ്ങളുണ്ടല്ലോ. അപാരമായ സൗഹൃദത്തിലുണ്ടായിരുന്ന ചില ആളുകളെല്ലാം ക്രൂരന്മാരായിട്ട് മാറുക അല്ലെങ്കിൽ ശത്രുക്കളായിട്ട് മാറുമ്പോൾ അവരുടെ മുഖത്തും അവരുടെ ശരീരഭാഷയിലും ഉണ്ടാകുന്ന ചില മാറ്റങ്ങൾ, ഇതിനൊക്കെ എത്ര സൂക്ഷ്മമായിട്ടാണ് ഈ എഴുത്തുകാരനും ഇതിൻ്റെ സംവിധായകനൊക്കെ നോക്കിക്കണ്ടിട്ടുള്ളതെന്ന് നമുക്ക് ഈ സിനിമ കണ്ടാൽ മനസ്സിലാകും. അങ്ങനെ അതീവ ഗൂഢമായിട്ട് നമ്മുടെ മനസ്സിലൂടെ അതിലത്തെ ഒരു കഥാപാത്രമായിട്ട് നമ്മൾ മാറുകയും നമ്മളതിലെ ആ ഒരു കേന്ദ്ര കഥാപാത്രത്തെ അന്വേഷിച്ചിറങ്ങുകയും നമ്മൾ തന്നെ അവസാനം ആ ഒരു ക്ലൈമാക്സിൻ്റെ 2 സെക്കൻഡ് മുമ്പായിട്ട് ഉത്തരത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ പോലും ഇതായിരുന്നു എന്ന് അന്തം വിട്ടിരിക്കുന്ന സമയത്ത് നമ്മുടെ മുമ്പിലേക്ക് ആ സിനിമ അങ്ങനെ അങ്ങോട്ട് നേർത്ത് അലിഞ്ഞ് ഇല്ലാതാവും. ഒരു അതിഗംഭീര സിനിമ. ഞാൻ വീണ്ടും പറയുന്നു, വേഗം പോയിട്ട് ഇക്കോ എന്ന് പറഞ്ഞ സിനിമ കാണുക. അത് കണ്ടു കഴിഞ്ഞിട്ടെങ്കിലും കഴിയുമെങ്കിൽ മാത്രം എൻ്റെ ഈ ചെറിയ ചാനൽ എടുത്തിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് രേഖപ്പെടുത്തും. സത്യസന്ധമായിട്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അതുകൂടി നിങ്ങൾക്ക് പറയാം, എന്നെ പച്ചത്തെറി വിളിക്കാം, എനിക്കൊരു വിരോധമില്ല. കാരണം ഇറ്റ്സ് എ മസ്റ്റ് വാച്ച് മൂവി. സിനിമ കാണാൻ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, സംതൃപ്തി വേണമെങ്കിൽ ഈ സിനിമ നിങ്ങൾ കാണണം. ബൈ.